നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി 1200-ാം ആണ്ട് ചിങ്ങമാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ശരിക്ക് ജ്യോതിഷശാസ്ത്രപ്രകാരം പാവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഗ്രഹമാണ് ശനി. പക്ഷേ ജ്യോതിഷം തന്നെ പറയുന്നുണ്ട്, ശനിയില്ലെങ്കിൽ ഒന്നുമില്ല. ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ നെഗറ്റീവ് എനർജി കൂടുതലുള്ള, ശനീശ്വരന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച. അന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ, ശനീശ്വരൻ്റെ ദിവസമാണ്. വളരെ ധർമ്മിഷ്ഠനും വളരെ യോഗിവര്യനും ഒക്കെ ആയിട്ടുള്ള ഒരു ആളാണ് ശനീശ്വരൻ. അതുകൊണ്ടാണ് ശനി കൂടുതലായിട്ട് അഭ്യാസികൾക്ക് നല്ല പണി കൊടുക്കുന്നവനാണ് ശനീശ്വരൻ. അതാണ് ശനി വരുമ്പോൾ വളരെ അഭ്യാസികളായിട്ട് നിന്നിട്ടുള്ളവർക്കെല്ലാം ശനി ഏതെങ്കിലും രീതിയിൽ പണി കൊടുക്കും. അപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയെടുത്താലോ ശനി എല്ലാം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ശനിയുടെ ദിവസമായ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ചായിരിക്കണം. മറ്റൊന്ന്, ഇന്ന് വിനായക ചതുർത്ഥിയാണ്. വിനായക ചതുർത്ഥി എല്ലാ വിഘ്നങ്ങളെയും മാറ്റാൻ ശക്തിയുള്ള ആളാണ് വിഘ്നേശ്വരൻ. ഭഗവാന്റെ ദിവസമാണിന്ന്. ഇന്ന് ചതുർത്ഥി, വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ ഭഗവാന് ഒരു വർഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ശനിയാഴ്ച എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെയാണ് ശരിക്ക് ചിന്തിക്കണേ. ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. ശനിക്ക് മന്ദത വരും. മന്ദത വരും എന്ന് പറഞ്ഞാൽ പലപ്പോഴും അശ്രദ്ധയും, ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ വിപരീതമായി പ്രവർത്തിക്കുക, വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുക, വീണ്ടും വിചാരമില്ലാതെ സംസാരിക്കുക ഒക്കെ വരും ഈ ശനിയുടെ ദിവസം വന്നതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു വർഷം വളരെ സൂക്ഷിക്കണം. ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, ജോലി ചെയ്യുന്നവരാവട്ടെ, എടുത്ത് ചാടി ഒരു തീരുമാനം കൈക്കൊള്ളരുത്. വളരെ സൂക്ഷിച്ചായിരിക്കണം പോവേണ്ടത്. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. ഈ ഒരു വർഷത്തെ ഫലം നമുക്ക് ബാധിക്കാതിരിക്കാൻ, ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ നീരാഞ്ജനം കത്തിച്ചു പോകണം. ശനിയാഴ്ച വ്രതത്തോടു കൂടിയിരിക്കണം. യോഗിവര്യനാണ് ശനി എന്ന് പറഞ്ഞു. വ്രതം എന്ന് പറയുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതെ, അത്ര ശുദ്ധവൃത്തിയായിട്ട് അന്നത്തെ ദിവസം സത്യസന്ധമായി പെരുമാറുകയും സൽപ്രവൃത്തികൾ ചെയ്തും പോകുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയും. അതുപോലെ ഒരു ശനീശ്വര യന്ത്രം, ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ നിങ്ങൾ കെട്ടിയണം ഒരു വർഷത്തേക്ക്. അപ്പോൾ ഈ ശനിയുടെ നെഗറ്റീവ് ദോഷം ബാധിക്കാതെ ഒരു കവചമായിട്ട് ശനീശ്വര യന്ത്രവും ധനാകർഷണ യന്ത്രവുമായിട്ട് നിങ്ങളെ സംരക്ഷിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം രാവുകാലം, നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് ശനിയാഴ്ച നല്ല ദിവസമല്ല, അതേ കൂടി രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. കലണ്ടറിൽ രാവുകാലം ഇട്ടിട്ടുണ്ട് 9 മണി മുതൽ 10:30 വരെ എന്ന് രാവുകാലം ഇട്ടിട്ടുണ്ട്. പക്ഷേ 9 മണി 20 മിനിറ്റിനെ രാവുകാലം ആരംഭിക്കത്തുള്ളൂ. 10:51 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുന്ന നിങ്ങൾ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ യാത്ര തിരിക്കുക. അതുപോലെ ഇന്ന് നല്ല ദിവസമല്ല. ഇന്ന് 2 പേർക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 6 മണി 18 മിനിറ്റ് തൊട്ട് 7:49 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3 മണി 53 മിനിറ്റ് തൊട്ട് 1 മണി 53 മിനിറ്റ് തൊട്ട്
3 മണി 24 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ എല്ലാ ദോഷത്തെയും മാറ്റി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം വരുന്നത് 11 മണി 58 മിനിറ്റ് തൊട്ട് 12 മണി 46 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. വസ്ത്രധാരണത്തിൽ പ്രാധാന്യം കൊടുക്കുക. കാരണം യാത് വസ്ത്രം ധരിച്ചാലും കറുപ്പോ നീലയോ വസ്ത്രത്തിൻ്റെ ഭാവവും കൂടി നമ്മളെ കൂടെ ഉണ്ടാവണം. മാത്രമല്ല ഇതല്ലാത്തവർ കറുത്ത പൊട്ടോ അല്ലെങ്കിൽ കറുത്ത കുറിയോ നെറ്റിയിൽ തൊടുന്നതോ ഒരു കറുത്ത കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണി കയ്യിൽ കരുതുന്നതും നമ്മളിലേക്ക് ശനിയുടെ നെഗറ്റീവ് ദോഷം മാറ്റി പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവാനായി വിനായക ചതുർത്ഥിയാണ്. ശരിക്കും വിഘ്നേശ്വരൻ്റെ പ്രീതി ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.